ഡിയേഴ്സ്, ഇന്ന് 11/11 പോർട്ടലാണല്ലോ. ഒരു വർഷത്തിൽ തന്നെ ഏറ്റവും വലിയ മാജിക്കൽ ഡേ ആണ്. മാനിഫെസ്റ്റേഷൻസിന് എല്ലാം റിസൾട്ട് കിട്ടുന്ന ഒരു ഡേ ആണല്ലോ എന്ന്. ഈ ഡേയിൽ നമുക്ക് ടാരറ്റ് വഴി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, അതിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടാരറ്റ് വഴി ഒന്ന് നോക്കാം. നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം. നമുക്ക് ആദ്യത്തെ കാർഡ് നമുക്ക് എടുക്കാം. അത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടാരറ്റ് റീഡിംഗ്, അതായത് റിലേഷൻഷിപ്പ് റീഡിങ്ങോ കരിയർ റീഡിങ്ങോ അല്ലെങ്കിൽ ജനറൽ റീഡിങ്ങോ ഹെൽത്ത് റീഡിങ്ങോ ഫിനാൻഷ്യൽ റീഡിങ്ങോ ഏതെങ്കിലും റീഡിങ്ങുകൾ വേണമെങ്കിൽ മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. നമുക്ക് സെക്കൻഡ് കാർഡ് നമ്മൾ എടുക്കുന്നത്, നമുക്ക് ചെയ്ത ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സെക്കൻഡ് കാർഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ മൂന്നാമത്തെ കാർഡ് എടുക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇതൊരു 5 കാർഡ് സ്പ്രെഡാണ്. മൂന്നാമത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏഞ്ചലിക് കോഡ്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഏഞ്ചലിക് കോഡ് എന്താണ് എന്നുള്ളതാണ്, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ നാലാമത്തെ കാർഡ് മാനിഫെസ്റ്റേഷൻ്റെ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. 11/11 പോർട്ടൽ മാനിഫെസ്റ്റേഷൻ്റെ ഫ്ലോ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് നമ്മളുടെ നാലാമത്തെ കാർഡ് വരുന്നത്. നമ്മൾ അഞ്ചാമത്തെ കാർഡ് എടുത്ത് വെക്കുന്നത് നമ്മളുടെ ഫൈനൽ ഗേറ്റ് വേയുടെ റിസൾട്ട് എന്താണ്, ബ്ലെസ്സിങ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചാമത്തെ കാർഡ് എടുത്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ 5 കാർഡുകളും എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മെല്ലെ റിസൾട്ടുകൾ നോക്കാം. നമുക്ക് നമ്മളുടെ ആദ്യത്തെ കാർഡ് എടുത്തു നോക്കാം. നമ്മുടെ ആദ്യത്തെ കാർഡ് വരുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നത്. ആദ്യത്തെ കാർഡ്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് ഈ. നമുക്ക് ആദ്യത്തെ കാർഡ് എടുക്കാം. ആദ്യത്തെ കാർഡ് വരുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. അത് നമുക്ക് വരുന്നത് മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, കറണ്ട് എനർജി, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തെ ആ കറണ്ട് എനർജിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ നല്ല പോസിറ്റീവായ കാർഡാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം എന്താ പറയുക, മുന്നേറി നമ്മൾ മുന്നോട്ട് തന്നെയാണ്, ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട്. നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്തായാലും നടന്നിരിക്കും എന്നുള്ളതാണ് ഈ കാർഡിൽ നമുക്ക് കാണുന്ന എനർജി. കാരണം നിങ്ങളുടെ കറണ്ട് എനർജി, ഇതൊരു വാട്ടർ എലിമെൻറ്റിൽ വരുന്ന കാർഡാണ്, പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി 100% എനർജൈസ്ഡ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. നമുക്ക് രണ്ടാമത്തെ കാർഡ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ എന്താണ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ 4 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കാര്യങ്ങളെ നമ്മൾ പിടിച്ചു വെക്കുന്ന ഒരു രീതി. അതായത് നമ്മൾക്ക് കുറച്ച് പണം നമ്മളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ അത് നമ്മൾ വിട്ടുകൊടുക്കാതെ ആ എനർജീനെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒതുക്കി പിടിച്ചു നിർത്തുന്ന ഒരു കാർഡാണ്. നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ആ ബ്ലോക്കുകളാണ്, അതായത് നിങ്ങൾ ഫ്രീ ആയിരിക്കുക, നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ നിന്ന് കൂടുതലായി നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ലിമിറ്റഡ് ബിലീഫ് മാറ്റി കൂടുതലായി എനിക്ക് യൂണിവേഴ്സ് അനുഗ്രഹങ്ങൾ നൽകിയതിന് നന്ദി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടും ആ യൂണിവേഴ്സിനോടുള്ള വിശ്വാസത്തോടും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ ഞാൻ എങ്ങനെ പോയിട്ടും എൻ്റെ ലക്ഷ്യം നേടുമെന്നുള്ള കാർഡാണ്. അപ്പം ആ ചിലർക്കതിൽ ബ്ലോക്കായി നിൽക്കുന്ന ആ ലിമിറ്റഡ് ബിലീഫാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കറണ്ട് എനർജി എല്ലാം ഹൈ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലാം പിടിച്ചു വെക്കുന്ന ഒരു എനർജി. കാരണം നമ്മൾ എനർജി എപ്പോഴും റിലീസ് ചെയ്യണം. എനർജി റിലീസ് ചെയ്തെങ്കിലാണ് പുതിയ എനർജി നമുക്ക്
നമ്മളിലേക്ക് വരയുള്ളൂ. അത് പണമായാലും എന്തായാലും നമ്മൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ മാത്രമാണ്. മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ ഒരു എനർജി ക്രയവിക്രയം ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതലായി നമ്മളിലേക്ക് വരാം. അപ്പം നിങ്ങൾ ഒന്നും പിടിച്ചു വെക്കാതെ എല്ലാം യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടക്കി പിടിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ എനർജിയും യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. അപ്പോഴാണ് നമ്മളിലേക്ക് കൂടുതലായി ഗുണങ്ങൾ വരിക. മനസ്സിലായി? ഇനി നമ്മളുടെ മൂന്നാമത്തെ കാർഡ് എടുത്ത് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ കാർഡ് എന്താണ്? നമ്മളുടെ ഏഞ്ചൽസിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മളുടെ മൂന്നാമത്തെ കാർഡ് വരുന്നത്. ഏഞ്ചലിക് കോഡാണ് നമ്മുടെ മൂന്നാമത്തെ കാർഡ്. ഇത് അതിമനോഹരമായ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 10 ഓഫ് പെൻഡക്കിൾസ് ആണ്. ധാരാളം സമൃദ്ധിയുടെ കാർഡാണിത്. നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷനുമായി നിങ്ങൾ മുന്നോട്ട് പോയി ലിമിറ്റഡ് ബിലീഫ്സ് ഒക്കെ മാറ്റി നിങ്ങൾ മാനിഫെസ്റ്റേഷനുമായി യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും നൽകാൻ യൂണിവേഴ്സും ഏഞ്ചൽസും തയ്യാറാണ് എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത്. പണമാണ് മാനിഫെസ്റ്റ് ചെയ്തവർക്ക് ധാരാളം പണവും സമ്പത്തും നൽകി അനുഗ്രഹിക്കും. കുടുംബ ബന്ധങ്ങളിൽ നല്ലത് ആയിരിക്കണം, കുടുംബ ബന്ധങ്ങൾ ദൃഢമാവണം എന്ന് ആഗ്രഹിച്ചവർക്ക് വളരെ സമൃദ്ധിയോടും മനസ്സമാധാനത്തോടും സുഖത്തോടും കൂടി സന്തുഷ്ടരായി കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന കാർഡാണിത്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയമാണ് മാനിഫെസ്റ്റ് ചെയ്തതെങ്കിൽ അവരുടെ പ്രണയം വളരെ സക്സസ്ഫുള്ളി ആവുന്ന, വളരെ പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നേറുന്ന കാർഡാണ്. അപ്പം നമ്മൾക്ക് മൂന്നാമത്തെ കാർഡ് അതിമനോഹരമായ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ നാലാമത്തെ കാർഡ് എടുക്കാം. നാലാമത്തെ കാർഡിൻ്റെ മീനിങ് വരുന്നത് എന്താണെന്ന്, അത് എന്തിനു വേണ്ടിയുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ഫ്ലോ എങ്ങനെയായിരിക്കും എന്നുള്ള കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് വാൻസ് ആണ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കിങ് ഓഫ് വാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ അതിവേഗത്തിൽ നടക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഫയർ എലിമെൻ്റ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്ത എല്ലാവർക്കും 11 പോർട്ടലിൽ മോർണിംഗ് മാനിഫെസ്റ്റേഷൻ ചെയ്തവർക്കും ഈവനിങ് മാനിഫെസ്റ്റേഷൻ ചെയ്യാനിരിക്കുന്നവർക്കും എല്ലാവർക്കും അവരുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്തും. അവർക്ക് വിജയികളാവാനുള്ള തരത്തിലുള്ള കാർഡാണ് നമുക്കിപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫ്ലോയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് വാൻസ് ആണ് കേട്ടോ. നമ്മളുടെ അവസാനത്തെ കാർഡ്, നമ്മളുടെ 5ാമത്തെ കാർഡ് ഫൈനൽ പോർട്ടൽ ഗേറ്റ് വേ ആണ് ഈ കാർഡ്. നമുക്ക് ആകെ മൊത്തം തുക എന്താണ് ഈ മാനിഫെസ്റ്റേഷനിൽ കിട്ടുക എന്നുള്ളത്, അതും അതിമനോഹരമായിട്ടുള്ള പെൻഡക്കിൾസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് പെൻഡക്കിൾസ് ആണ് ഈ കാർഡ്. ഈ കാർഡിൻ്റെ അർത്ഥം നമ്മളിലേക്ക് നമ്മൾ നേടിയെടുക്കുന്ന സമൃദ്ധി, നമ്മളിലേക്ക് എത്തുന്ന സമൃദ്ധി, നമ്മളുടെ സന്തോഷം, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിക്കും. അതെല്ലാം ഇത് സ്ഥിരതയുടെ കൂടി ഒരു കാർഡാണ്. അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പണമായിക്കോട്ടെ, മനസ്സമാധാനമായിക്കോട്ടെ, സുഖമായിക്കോട്ടെ, സമൃദ്ധി ആയിക്കോട്ടെ, സന്തുഷ്ടതയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം നമ്മളിൽ നിലനിൽക്കുന്നു പോകും. അതായത് നമ്മൾക്ക് അതൊന്നും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് തന്നെ നിൽക്കുന്ന കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്. നമുക്ക് 11 പോർട്ടലിൻ്റെ 5 കാർഡുകളും നമ്മൾ റീഡ് ചെയ്തതിൽ ആ 5 കാർഡ് സ്പ്രെഡിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ യൂണിവേഴ്സിനെ വളരെയധികം വിശ്വസിച്ചുകൊണ്ടും അതേ വൈബ്രേഷനിലോടും അതേ എനർജിയോടും കൂടി ചെയ്തവരാണെങ്കിലും ഇനിയിപ്പോൾ ഈവനിങ് നൈറ്റ് വരുന്ന 11 ആ ഒരു ടൈമിൽ ചെയ്യാനിരിക്കുന്നവരായാലും യൂണിവേഴ്സിനെ വിശ്വസിച്ച് ചെയ്ത ആ വൈബ്രേഷനിലോട് ചെയ്ത എല്ലാവർക്കും യൂണിവേഴ്സ് ആ വൈബ്രേഷനുള്ള വളരെ വലിയ അനുഗ്രഹങ്ങൾ നൽകി റിസൾട്ട് തരുന്നതാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ നല്ല കാർഡാണ് നമ്മളുടെ ഈ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. എല്ലാം അതിമനോഹരമായിട്ടുള്ള കാർഡുകളാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ് മാത്രം നിങ്ങൾ, അതായത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിൽ ശങ്കിക്കരുത്. ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ അങ്ങനെ ഒന്നും ശങ്കിക്കരുത്. ഇത് നടന്നു കഴിഞ്ഞു. ആ വൈബ്രേഷനിൽ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ ഗുഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് മാനിഫെസ്റ്റ് ചെയ്തത് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. എല്ലാവരും ആ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായി കേട്ടോ.
നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ടാരറ്റിൻ്റെ എല്ലാ റീഡിങ്ങുകളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതിന് നമ്മൾ ഇതിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ആ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.